ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിച്ച് വ്ളോഗ്. ഞാൻ വന്നേക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ഓഫ് വ്ളോഗ്സ്. ആക്ച്വലി ഇതിപ്പോൾ എന്തായാലും 3-4 മാസമായി ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട്. ആൻഡ് ബൈ ദ വേ, നിങ്ങൾ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇല്ല, പക്ഷേ ചിലപ്പം വരും എൻ്റെ ഒരു പുതിയ ഫ്രണ്ട്. അതും ഉറപ്പൊന്നുമില്ല, ചിലപ്പോഴും മാത്രം. ബൈ ദ വേ, ഇപ്പോൾ ഈ ബ്ലോഗ്സ്റ്റിൽ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. കണ്ട ഇതാ കൗവൊക്കെ. എങ്ങാനും ഉണ്ടോയെന്ന് നോക്കുകയാണെങ്കിൽ ഇതാ ഞാൻ മാത്രമേ ഉള്ളൂ. ആൻഡ് ബൈ ദ വേ, ഇതൊരു സിംഗിൾ പ്ലെയർ സർവൈവൽ സീരീസ് ആയിരിക്കും. മുന്നത്തെ പോലെ ഇത് എത്ര നാൾ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ തുടങ്ങിയുള്ള ഒരുവിധം മിക്കതും 3-4 എപ്പിസോഡ് കഴിയുമ്പോൾ ഞാൻ തന്നെ മടിച്ച് നിർത്തും. ഞാൻ ഇത്രയും നാൾ വീഡിയോ ഇടാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് മടി തന്നെ, ആസ് യു എക്സ്പെക്റ്റഡ്. നമുക്കാദ്യം കുറച്ച് വുഡ് മൈൻ ചെയ്തിട്ട് തുടങ്ങാം. ലാഗ് ഉണ്ടടേ, എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനി കുറച്ച് വാട്ട് ഈസ് ദിസ് എൻജോയ്മെൻറ്റ് ടേബിളൊക്കെ ഉണ്ട്. ലീഫ് ബെഡ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തോന്നൊക്കെ പുതിയ അപ്ഡേറ്റ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. കാരണം ഞാൻ കുറച്ച് നാൾ മുന്നേ ബെഡ് വാർസ് കളിക്കാൻ വേണ്ടി കയറിയപ്പം ഇതിൽ അങ്ങനെ കുറേ അപ്ഡേറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെയൊരു സർവൈവൽ സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. എക്സ്പീരിയൻസ് ഉണ്ടോടി നോക്കട്ടെ. നമ്മൾ അത് അടുത്ത് പോകാതെ തന്നെ മൈൻഡ് ചെയ്യണ ആൾക്ക് കിട്ടുമല്ലേ. ആക്ച്വലി നൗ ഈ ബ്ലോക്സ് എന്ന് പറഞ്ഞ ഗെയിം ശരിയും പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിനെക്കാളും ബെറ്ററായി വരുന്നുണ്ട് പതുക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ഫണ്ണാവും. പക്ഷെ എന്ത് ചെയ്യാനാ, ഇല്ല. എന്താ ജംഗിൾ അപ്ഡേറ്റ്, പിന്നെ സ്ലീപ്പിങ്, ന്യൂ ബെഡ് വാസ് മാപ്പ്, അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ചോക്ക് ബ്ലോക്സോ എനിക്കറിഞ്ഞൂട. ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, നൈറ്റ് സോഡോ, അതെന്തോന്ന്, ഗോളം പിക്കാക്സ് ആൻഡ് ഫർ ആർമർ, ഇതൊക്കെ എന്തോന്നടി. സാൽവേജിങ് ടേബിൾ, എൻജാൻറ്റിങ് ടേബിൾ, അത് എനിക്കറിയാം. വൈൽഡ് ലൈഫ് അപ്ഡേറ്റ്, ഇത് ഇച്ചിരി നല്ലോണം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഫ്രോസൺ ബാഡ്ലാൻഡ്സ്, സ്പോണർ ബ്ലോക്സ് ഇൻ റൂയിൻസ്. ഓക്കെ, ദിസ് ഈസ് ഗോണ ബി സോ ഫൺ. ഞാനിപ്പോൾ കുറച്ച് കോബിൾ സ്റ്റോൺ കളത്തിയിട്ട് ഇപ്പം വരാം. ഞാൻ ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പം ഞാൻ 100 മെസ്സി സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 14 കോളും. ഈ സാധനം എന്തോന്നാണെന്നാണ് എൻ്റെ ഡൗട്ട്. ഈ ഓറ XP ഓർബ് തയ്ക്കാനാണെന്ന് തോന്നുന്നു. ഓ, ഇത് നമ്മുടെ വൈദ്യ എനിക്ക് തോന്നുന്നത് ഇതാ ഇവിടെ ഉള്ള ഈ സാധനം XP ബാറാണെന്ന് തോന്നുന്നു. ഓ, നമുക്കിനി മുകളിൽ പോവാം. ഓക്കെ, ബൈ. ഇച്ചിരി ലാഗ് ഉണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. ബൈ ദ വേ, ഞാൻ ആദ്യം തുടങ്ങിയ ജൂപ്പിറ്റർ സീരീസില്ലേ, അതിനെന്താണ് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ആരാണെന്ന് അറിഞ്ഞൂടാ, ഏതോ ഒരു റാൻഡം പ്ലെയർ വന്നിട്ട് നമ്മുടെ ഹൗസും പിന്നെ അവിടുത്തെ
കുറേ പ്ലേസിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കി. മൂൺ സ്റ്റോൺ ഇത് വെച്ചിട്ട്, മറ്റേ മൂൺ സ്റ്റോണിൻ്റെ സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട്, മൂൺ സ്റ്റോൺ എക്സ്പ്ലോസീവ് അത് വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇപ്പം അത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ ഇതിലാർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പ്രൈവറ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റായിട്ട് സെറ്റ് ചെയ്തില്ല, ഓക്കെ ഇപ്പം പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആർക്കും കയറാൻ പറ്റില്ല. അവൻ എന്തായാലും കുറേ നാൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ലോബിയിൽ നമ്മളറിയാതെ അവൻ കളിച്ചിട്ടുണ്ട്. കാരണം എങ്കിൽ മൂൺ സ്റ്റോൺ ഓർബ് കിട്ടാൻ ഇച്ചിരി പാടാണ്. എനിവേ നമുക്കെന്തായാലും കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കാം. ഞാൻ 2 വുഡ് വർക്ക് ബെഞ്ച് ഉണ്ടാക്കി പോട്ടെ. ഓ എൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടോടേ. ശരിയും പറഞ്ഞ ആർമറിൻ്റെ യൂസൊന്നും ഇല്ല, ചുമ്മാ വെച്ചിരിക്കാനാണ്. ഈ ക്രാഫ്റ്റിംഗ് ലിങ്ക് എടുത്ത് എന്തായാലും ഒരു ഒറ്റ സ്ലോട്ടിൽ പോരെ, 2 വെച്ചാലും 1 വെച്ചാലും. നമുക്ക് ഇനി എന്നെ പറ്റുമെങ്കിൽ ഒരു ബേസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ക്ലിയർ സ്പോട്ട് കണ്ടുപിടിക്കണം. എൻ്റെ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കണം ബേസ്. ഇതെന്തോന്ന് സാധനം? ഹണിക്കോമ്പാണ്. ഇതെവിടെ മാഗ്മയൊക്കെ ഇരിക്കണം. ഇതെന്തോന്നാണ്? സോംബീസാ. ഇതെന്തോന്ന സാധനം? യോ ഭാഗ്യം. ഇതെന്തോന്നാണ് ഈ സാധനം? ഇത് ക്രീപ്പി. എനിക്ക് തോന്നുന്നത് സോംബീസ് ആണെന്ന് തോന്നുന്നു, ബിക്കോസ് ഇറ്റ് ഷുഡ് ബി. ഈ സോംബീസിൻ്റെ സൗണ്ട് ശരിയും പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിലെ സോംബീസിൻ്റെ സൗണ്ടിനെക്കാളും സ്കെയറിയാണ്. ഞാൻ വുഡൻ ആർമർ ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി നോക്കാം. എവിടെ അവൻ? ഞാൻ കില്ല് ചെയ്തിട്ട് എന്തോന്ന് കിട്ടുമെന്ന് നോക്കാം. ഡാമേജ് ഉണ്ട്, അത്യാവശ്യം ഡാമേജ് ഉണ്ട്. എന്നെ പേടിപ്പിക്കല്ലോടി. ഇതെന്തോ സാധനം? റോട്ടൺ ഫ്ലഷാ. ഇത് കഴിച്ചാൽ എന്ത് പറ്റും? ഇൻ ആക്ച്വൽ ഗെയിം ഒന്നും പറ്റില്ല, പോയിസണിങ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് കഴിച്ചപ്പോൾ അത് ഹീൽ ചെയ്ത് അത്രയും ഹെൽത്തും പോയി. ഓ റോ ആണൊക്കെ. മുന്നേ റോ ആണ് ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ ഇതിനെ സ്മെൽറ്റ് ചെയ്യണം. ആക്ച്വലി റോ ആണ് ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്, പക്ഷെ ടെക്സ്ചർ ഇങ്ങനെയല്ലായിരുന്നു. ടെക്സ്ചർ പാക്ക് ബ്ലൂ ഫ്ലവർ ഉണ്ടോ? എനിക്ക് വേണ്ടത് ബ്ലൂ ഓർക്കിഡാണ്, കാരണം അതാണ് ലൈറ്റ് കളർ. ഇവന്മാരെ കൊന്നിട്ട് വൂൾ വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കി വെക്കാം. എൻ്റെ ബെഡിൻ്റെ യൂസ് എന്താണെന്ന് അറിയാമല്ലോ. 2 വൂൾ കിട്ടി. മുന്നെന്ന് പറഞ്ഞാൽ
വൂൾ ഉണ്ടാക്കാൻ കോട്ടൺ വേണം, വിച്ച് മേക്സ് നോ സെൻസ്. കാരണം വൂളും കോട്ടണും രണ്ട് സാധനമാണ്. ഓക്കെ, റോ മട്ടൻ. ഇനി ഒരു ബെഡ് ഉണ്ടാക്കാം. റെഡ് ബെഡ്? എൻ്റെ വൈറ്റ് ഇതുണ്ടായിട്ട് റെഡ് എങ്ങനെയാണ് ഉണ്ടാക്കണേ? ഇതൊന്ന് കളർ ചേഞ്ച് ചെയ്യണം. ഇതെന്തോന്നെ? എനിക്ക് ഇത് മതി. വേക്കപ്പ് റെസ്റ്റഡ് സ്പീഡ്. ഓ, ദാറ്റ്സ് കൈൻഡ് ഓഫ് കൂൾ. ഞാൻ വിചാരിച്ച് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ ഇതിപ്പോൾ ഓൾറെഡി നൈറ്റ് അല്ല. ഹാ, ഞാൻ ഇത് മുഴുവൻ ഓടി ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സ്വിമ്മിങ് ആനിമേഷനും കൂടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓ ഓ, യെസ്, കോട്ടൺ ഉണ്ട്. ഇനി ഇതും കൂടെ എടുത്തോണ്ട് പോവാം. ഒരു നല്ല സ്പോട്ട് ഏതുണ്ട്? ഹൈ പിഗീസ്. ഒരു ഫ്ലാറ്റ് ഏരിയ വേണം എനിക്ക്. ആ മലയുടെ മുകളിൽ വെച്ചാലാ വീട് അടിപൊളിയായിരിക്കുമല്ലേ? നാണ്ട് ഇവിടെ അതിൻ്റെ മുകൾ ഭാഗം ഇച്ചിരി ഒന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ട് നമുക്ക് ഇതുവഴി സ്റ്റെപ്പ്, ഇതെന്തോന്നില്ല, ഇതുവഴി സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കാം. ഈ സ്ഥലം അത്യാവശ്യം കൊള്ളാം. ഇതൊന്ന് ഇടിച്ച് നിരത്തിയിട്ട് ഇവിടെ വെക്കാം വീട്. അതാകുമ്പോൾ ഒരു ഹൈ ആയിട്ടുള്ള ഏരിയയാണ്. ഞാൻ ഇവിടെ ഇത് കുറേയൊക്കെ കുഴിച്ചിട്ട് കാണാം. മിനിറ്റ്, ഞാൻ ഇവിടെ ഇത്രയും കുഴിച്ച് കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. നമുക്കിതിൽ മറ്റേ എവിടെയായിരുന്നത്, നമുക്കിതിലിതാ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റില്ലേ? അപ്പം എൻചാൻറ്റിങ് ടേബിൾ എന്തോ ചെയ്യാം? ഷവല്, ബ്രേക്കിംഗ് സ്പീഡ്, മൊമെൻറ്റം, ഡിഗിങ് ഓറ, കോസ്റ്റ് 12 ലെവൽസ്. ഞാൻ 12 ലെവലിൽ നിന്ന് തന്നെ എടുക്കാൻ പോകുന്നു. ഞാൻ കുറച്ച് ഇങ്ങനെ പിഗിൻ്റെ കൂട്ടത്തിന് ഞാൻ എടുക്കാം. പിഗിൻ്റെ സൗണ്ട് നല്ല രസമുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പം 12 ലെവലാക്കിയിട്ട് വരാം. അതായത് ഞാൻ XP ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇതിനൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് കളറുള്ള ഫ്ലവർ ബ്ലൂ ഓർക്കിഡ് എന്താണെന്ന് അറിഞ്ഞില്ല, ഭയങ്കര ലാഗടി ഇപ്പം. ഇതെന്തോ ലാഗടാണ്. ഓക്കെ ഗൈസ്, ഒരു അരമണിക്കൂറിന് ശേഷം ഇവിടുത്തെ ഇത് മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഗൈസ് നോക്ക്, ഞാൻ മറ്റേ സ്പീഡ് കഴിഞ്ഞിട്ട് പിന്നെയും ബെഡിൽ കയറി കിടന്നുറങ്ങി ഹേസ്റ്റ് എടുത്ത്, എന്നിട്ട് 12 ലെവലാക്കിയിട്ട് എൻ്റെ ഷവല് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത്, എന്നിട്ട് ഒരു അരമണിക്കൂർ എടുത്ത് ചെയ്യാൻ. ലിറ്ററലി അരമണിക്കൂർ എടുത്തു. സോ ഈ വീഡിയോ ഇനിയും ഷൂട്ട് ചെയ്യാൻ സമയമില്ല.
കാരണം കുറച്ച് കഴിയുമ്പോൾ ഫോൺ വാങ്ങിക്കും. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യാം. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.